ഞാൻ യൂട്യൂബിന്റെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇത്ര കുറേ എനിക്ക് ചോദിക്കാൻ പേടിച്ചത് നിങ്ങളെ. പക്ഷെ ഇങ്ങനെ എനിക്കിങ്ങനെ പേടി വരാറുള്ളതല്ല, ഞാൻ കുറെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാറുള്ളതാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് എനിക്ക് ഒരു ബൈക്ക് കാണിച്ചു തരാം. ബൈക്ക് എന്ന് പറയണ്ട, അത്ര വേണ്ട, വേറെ ഒന്നും വേണ്ട. ആ അല്ല, ജസ്റ്റ് ഇത് പറയും, ഗേൾസിനായിട്ടാ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യണേ. കൂടുതൽ ഗേൾസിന് അറിയില്ല. അയ്യോ ചേച്ചി നിൽക്കും, അതുകൊണ്ട് നീ നിൽക്കുന്നു. എല്ലാവരും പോയില്ലോ ഗായ്സ്, എല്ലാവരും പോയി. ചേച്ചി ഞാൻ കണ്ടന്റ് യൂട്യൂബിൻ്റെ ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നു. ഓ ശരി ഓക്കെ ശരി ഈശ്വര. So high I'm hypnotized. What's up is down, what's left is right. Chasing stars and holding you. I can't see the end, but we'll see it through. Times don't fly too high. Be sure to keep the ground in sight. Fly forever if you keep it tight. Love the world but keep the sky on your mind. A few moments later. പെട്രോൾ കഴിഞ്ഞു പോയില്ലോ. റിസർവ് ആയതാണ്, കുഴപ്പമില്ല. റിസർവ് ആയാലും ചക്രം കൊണ്ട് നമുക്ക് ലഡാക്ക് പോയിട്ട് വരാം. ഓക്കെ ഗായ്സ്, എന്നുള്ള ആൾക്കാർ വളരെ കുറവാണ് കേട്ടോ. പിന്നെ പോലീസ് വണ്ടി ഇല്ല, ഭാഗ്യമുണ്ട്. നിറച്ച് ബസ് സ്റ്റോപ്പിലാണെങ്കിൽ നിറച്ച് ആൾക്കാരാണ്. നിറച്ച് നിറച്ച്. ഇവിടെ പോയി ചോദിക്കുകയാണെങ്കിൽ സീനൊന്നുമില്ല. പക്ഷെ അവിടെ പോയിട്ട് ചോദിക്കുക, എങ്ങനെ ചോദിക്കും? ഇപ്പോൾ അതാണ് പ്രശ്നം. എല്ലാവരും നോക്കുന്നുണ്ട്. ഓ ബസ് എടുത്ത് നോക്ക്. വളരെ അറുപത്തഞ്ച് രക്ഷ വേണ്ട കാര്യമില്ല. എൻ്റെ പിന്നെ അടുക്കളയിൽ എന്താ റോക്കറ്റ് പോകണല്ലോ. രണ്ട് ഗേൾസ് കൊണ്ട് ചോദിച്ചോ. ഹലോ അതെ, ഞാനൊരു യൂട്യൂബിൻ്റെ കണ്ടന്റ് ആയിട്ട് വരികയാണ്. അപ്പോൾ ഞാൻ 2 പിക്ചർ കാണിച്ചു തരാം ബൈക്കിൻ്റെ. അത് നിങ്ങൾക്ക് അറിയാവുന്ന ബൈക്കാണ്, ജസ്റ്റ് ഒന്ന് പറയണം, അത്രേ ഉള്ളൂ കണ്ടന്റ്. ഓക്കെ, തറവാട്ടി പറഞ്ഞ കുട്ടി അല്ലേ? ഞാൻ കാണിച്ചു തരാം, പേടിക്കുന്നു വേണ്ട. നിങ്ങൾക്ക് അറിയണ ബൈക്ക് തന്നെയാണ്, ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മാത്രം മതി. ഇതാണ് വണ്ടി. ജസ്റ്റ് ഇതൊന്ന് പറഞ്ഞാൽ മതി ഇതേതാ വണ്ടിന്ന്. അറിയുന്ന ആൾക്കാരും മിണ്ടരുത്, ആദ്യം ആരോട് ചോദിക്കാം ഞാൻ. ഇതേതാ വണ്ടി? ഇത് പറഞ്ഞാട്ടാ. ഇനി വേറെ വണ്ടി കൂടിയുണ്ട്. ഇത് ഏതാന്ന് പറയൂ. അതെ, മനസ്സിലായി. ഞാൻ പറയാ, ഇത് ബുള്ളറ്റിന്റെ മറ്റേ ഇന്റർസെപ്റ്റർ എന്ന് പറഞ്ഞിട്ട് വേറെ വണ്ടിയാണ്, GT. മറ്റേ അതിലുള്ള വണ്ടിയാ, മറ്റേ പാട്ടില്ല, എനിക്ക് പഹലെന്ന് പറഞ്ഞിട്ടൊരു അതില് ആ വണ്ടിയാട്ടത്.
പേരിക്കറിയാത്തോട്ടാ. ഈ വണ്ടി മറ്റേ ഹിമാലയ എന്ന് പറഞ്ഞിട്ടുള്ള വണ്ടിയാണ്. കേട്ടിട്ടുണ്ടാവുകയാണ് ഹിമാലയ എന്ന് പറഞ്ഞിട്ട് വണ്ടി. കേട്ടിട്ടില്ല അല്ലേ? അപ്പൊ അത്ര മറ്റേ ബുള്ളറ്റ് അറിയില്ല എല്ലാവർക്കും? അതറിയില്ലേ? അപ്പൊ ഓക്കെ ശരി, ഇത്രേ ഉള്ളൂ കേട്ടോ. എൻ്റെ പൊന്ന നമ്മുടെ അയ്യോ അവിടെ ചോദിച്ചു കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് പോയി ചോദിക്കണം. അവിടെ വണ്ടി കിടത്തില്ല എന്ന് തോന്നുന്നു. പിന്നെ കൂടുതൽ കപ്പിൾസ് വരുന്ന സ്ഥലമാണ്. അപ്പോൾ നമുക്ക് ഇവിടെ കിടന്ന് എനിക്ക് ഇറങ്ങാനും പറ്റില്ല. ഹായ്, നമ്മളിപ്പോൾ വടക്കുന്നത് അതിൻ്റെ അപ്പുറത്തെ സൈഡിലേക്ക് വന്നിട്ടുണ്ട്. അയ്യോ, ഹലോ ഉണ്ണി, ഒന്ന് വരൂ. ഹലോ ഉണ്ണി, ഒന്ന് വരൂ, ഒരു കാര്യത്തിനായിരുന്നു. ഒന്ന് വരൂ. ഒരു Excuse me. What's happening here? അല്ല, ഐസ്ക്രീം മേടിക്കരുതാ. അത് ഞാനൊരു യൂട്യൂബിന്റെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യായിരുന്നു. അപ്പൊ ഞാൻ 2 ബൈക്കിന്റെ ഫോട്ടോ കാണിച്ചു തരാം. ജസ്റ്റ് ഏത് ബൈക്ക് എന്ന് അറിയണം. ബുള്ളറ്റ് ഒക്കെ കേട്ടിട്ടുണ്ടോ? ഡ്യൂക്കിന്റെ കേട്ടിട്ടുണ്ടോ? ആ, അശ്വതി കമോൺ. ഇതെന്ത് പേര് എന്നിട്ട്? അപ്പൊ ഞാൻ ജസ്റ്റ് പറഞ്ഞ ഫോട്ടോ അറിയണ ആൾക്കാർ പറയരുത്. ആദ്യം ഉണ്ണി പറയും. ഇതേതാ വണ്ടി? അല്ല നീ ഓ പൊളിച്ച് നിനക്കറിയാം. അവളെ വിളിക്കുക, അവള് പോയി. പിന്നെ എന്തിനാ മുത്തേ ചേട്ടൻ ഈ വണ്ടി കൂട്ടാണ്ടെന്ന് മേടിച്ചു? അച്ഛൻ്റെ ഏതാ വണ്ടി? അറിയില്ല പറഞ്ഞിട്ട്. അറിയില്ല പറഞ്ഞിട്ട്. ഇതേതാ വണ്ടി? ഇവൾക്ക് കുറച്ച് വണ്ടികളെ കുറിച്ച് അറിയാം. അതല്ലേ അവിടെ ഇരിക്കുന്നുണ്ട് ഹിമാലയ. ഇത് വേറെ വണ്ടി ചേട്ടാ. ഹിമാലയ ഇതിന്റെ ബ്രാൻഡാന്ന് അറിയൂ? ആ, ഇതേതാ വണ്ടി? അപ്പൊ ഇത് ഓക്കെ ഓക്കെ പ്രഷറാ. ഇതേതാ വണ്ടി? അല്ല, ഇവൾക്ക് അറിയാൻ വേണ്ടി ജസ്റ്റ് വേറെ ചോദിച്ചോ, ഇത്ര ചോദിച്ചതാ. ഈ വണ്ടി അറിയില്ല? ഇപ്പൊ ജസ്റ്റ് ഈ ഫോട്ടോ കാണിച്ചാൽ ഈ വണ്ടി അറിയില്ല? നോക്കി നോക്ക്, കണ്ടിട്ട് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടാവും. അറിയില്ല? ഈ വണ്ടി അറിയൂ? ആ, യമഹ ഒക്കെ അറിയാം. എനിക്കെല്ലാം അറിയാലോ പിടിച്ച്. ഇത് ഇന്റർസെപ്റ്റർ, GT ഇന്റർസെപ്റ്റർ റോയൽ എൻഫീൽഡ് തന്നെയാണ്. മറ്റേത് പിന്നെ ഹിമാലയ. ഇന്റർസെപ്റ്റർ നിങ്ങൾ റെഡ് കണ്ടുണ്ടാവുകയാണെങ്കിൽ പണ്ടത്തെ മറ്റേ എന്താ പറയാ അർജുൻ റെഡ്ഡി സിനിമയിൽ അവർ പോകണ്ടാവും റെഡ് മരുന്നിട്ട് കണ്ടുണ്ടാവും പടത്തില്. ശ്രദ്ധിച്ചില്ലേ? ഓക്കെ ശരി. ഐസ്ക്രീം കഴിച്ചോ? ശരി നീ കഴിച്ചോ? ഓക്കെ ഇവര് നിങ്ങളുടെ കോളത്തിലാണോ? ആ, ചോദിച്ചോക്കാം. ഉണ്ണി ഒന്ന് വരൂ, തിരക്കിലാണോ അവരൊക്കെ? ഹലോ ഉണ്ണി, ഒന്ന് വരൂ. അതെ, ഞാൻ യൂട്യൂബിന്റെ കണ്ടന്റ് ക്രിയേറ്റ് ആയിരുന്നേ. അപ്പൊ ഞാനൊരു പിക്ചർ കാണിച്ചാൽ ബൈക്കിന്റെയാണ്. അത് ഏതാ ബൈക്ക് എന്ന് ജസ്റ്റ് ഒന്ന് പറയാമോ? മാത്രം വേണ്ടോ? അതേതാ ബൈക്ക്? എസ് പൾസ്. അവൾക്കറിയോ? അവളെ വിളിക്കൂ. ഇതേതാ വണ്ടി അറിയൂ? എസ് പൾസ്. ഇതേതാ വണ്ടി അറിയൂ? 2 എസ് പൾസ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ശരി, ഇത് വരണം. വേറെ വണ്ടി കാണിച്ചു തരാം കേട്ടോ. ഈ വണ്ടി ഏതാണെന്നറിയോ? അവള് ഇതേതാണെന്നറിയോ? ഈ വണ്ടി. ആ, അത് ബുള്ളറ്റ്. ഇത് വണ്ടി, അത് ബുള്ളറ്റ്. ഇത് മറ്റേ അർജുൻ റെഡ്ഡി സിനിമ കണ്ടുണ്ടോ? അതിൽ റെഡ് ഒരു വണ്ടിമാര് പോകണുണ്ടോ? അതിന്റെ റോയൽ എൻഫീൽഡിന് തന്നെ ഇന്റർസെപ്റ്റർ എന്നുള്ള വണ്ടിയാണ്. ഇത് അതന്നെയാണ്. ഇത് ഹിമാലയ എന്ന് പറഞ്ഞിട്ടുള്ള വണ്ടിയാണ്. ബുള്ളറ്റിന്റെ ഇതൊക്കെ റോയൽ എൻഫീൽഡ് തന്നെയാണ്. ഹിമാലയ അവിടെ ഇരിക്കുന്നുണ്ട് റൈറ്റ് വരണം. ഓക്കെ, അത്രേ ഉള്ളൂ. ശരി, താങ്ക് യു.
ഗായ്സ്. അപ്പം എങ്ങനെയുണ്ട് പൊളിച്ച്? ശരി അപ്പോൾ ഓ കഴിച്ചോ, ഐസ്ക്രീം കഴിച്ചോ? ശരി കേട്ടോ, താങ്ക് യു ഗായ്സ്. അപ്പോൾ എല്ലാവരും കൂടുതൽ പേർക്ക് അപ്പോൾ അയ്യോ ന്യൂട്രലായി. അപ്പോൾ കൂടുതൽ പേർക്ക് നമ്മുടെ റോയൽ എന്താ പറയുക റോയൽ എൻഫീൽഡിൽ നിന്ന് ബുള്ളറ്റ് മാത്രം അറിയുള്ളൂ കേട്ടോ. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഡ്യൂക്ക് അറിയാം, ആർച്ച് എന്നറിയില്ലേ, KTM അറിയാം, ആർച്ച് എന്നറിയില്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇൻട്രസ്റ്റ് ഒരു ഇതായിട്ടൊരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് വന്നത്. ഗായ്സ്, ഞാൻ ഇവിടെ വണ്ടിക്ക് വെച്ച് കുറച്ച് ഇറങ്ങിയിട്ട് കേട്ടോ. ഞാൻ ഇറങ്ങി പോയിട്ട് കുറച്ച് ചോദിക്കുക എന്നുള്ള പരിപാടിയിലാണ്. കാരണം നമ്മൾ കുറച്ച് പേരുടെ അടുത്തല്ലേ ചോദിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എത്ര പേരുടെ അടുത്ത് ചോദിക്കാൻ പറ്റുമെന്ന് അറിയില്ല ചേട്ടാ. ഓക്കെ, എന്തായാലും നോക്കി നോക്കാം. ആരും പേര് അവിടെ നിന്നൊക്കെ ഇവിടുത്തോട് കുറച്ച് ആൾക്കാർ വേണ്ടി നമ്മൾ അവരുടെ അടുത്ത് തന്നെ ചോദിച്ചു നോക്കാം. അതെ ചോദിക്കാൻ പറ്റിയിട്ട് ഭയങ്കര ടെൻഷൻകാരാണ് ചോദിക്കാൻ പറ്റത്. എന്താണ് പെട്ടെന്ന് പേടി വരുന്നു, പെട്ടെന്നൊരു പേടി. ചോദിക്കണം പറ്റില്ല. ടെൻഷൻ എന്തായാലും ചോദിച്ചോളാം. അയ്യോ അവരോടി പോയി. എന്താ ഈ നിൽക്കൽ കണ്ടവരെ നിങ്ങൾ കാണാൻ പറ്റാത്തതുകൊണ്ടോ? വേണമെങ്കിൽ എന്താ പറയുക കണ്ണാടമ്പിൽ നിന്ന് കാണിച്ചാൽ എൻ്റെ നിപ്പ് കണ്ട തന്നെ ആൾക്കാർ പേടി. ഹെൽമെറ്റ് എന്താ പറയുക ഗോപ്രോ ഒരുമാതിരി പ്രത്യേക അന്യഗ്രഹിക്കുന്നൊക്കെ ഒരു ജീവി എന്ന പോലെ ഇപ്പം ഞാൻ നിൽക്കണത്. എന്താണെന്ന് വെച്ചാൽ ഒരു മിനിറ്റ് ഒന്ന് വരും പേടിച്ചിട്ട് നിൽക്കുന്നുണ്ട് അവർ. അതെ അത് ഞാൻ യൂട്യൂബിൻ്റെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നേ. ഇത്ര കുറേ പേര് ചോദിക്കാൻ പേടിച്ചിട്ട് നിൽക്കണം. പക്ഷെ ഇങ്ങനെ എനിക്കിങ്ങനെ പേടി വരാറുള്ളതല്ല, ഞാൻ കുറേ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാറുള്ളതാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് എനിക്ക് ഒരു ബൈക്ക് കാണിച്ചാൽ ആ ബൈക്ക് എന്ന് പറയണ്ട, അത്രേ വേണ്ട, വേറെ ഒന്നും വേണ്ട. അല്ല ജസ്റ്റ് ഇത് പറയൂ ഈ വണ്ടി ഏതാന്ന് ജസ്റ്റ് അറിയാൻ നോക്കിയാൽ മതി ഒന്ന്. ഓക്കെ അതെ ചേച്ചി ഒന്ന് നിൽക്കുമെന്ന് ഒരു കാര്യത്തിനായിരുന്നേ. ഞാൻ യൂട്യൂബിൻ്റെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നേ. അപ്പോൾ കൂടുതലും ഗേൾസിനായിട്ടാണ് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യണേ. കൂടുതലും ഗേൾസിന് അറിയില്ല. അയ്യോ ചേച്ചി നിൽക്കും, അല്ല ഉണ്ണി നിൽക്കുമെന്ന്. എല്ലാവരും പോയില്ലോ. ഇന്നിനി വയ്യ, നാളെ വന്നും ബാക്കി വാങ്ങിച്ചോളാം. ഗായ്സ് എല്ലാവരും പോയി. എന്തായാലും ഇവിടെ നിന്ന് ശരിക്കും കോഴിയുടെ പോലെ നിൽക്കണം കേട്ടോ. നമുക്ക് ഇവിടുന്ന് പോവാം. ഞാൻ മാനസികമായി തളർന്നു ഗായ്സ്, മാനസികമായി തളർന്നു. ആരായിട്ട് ഇവിടെ ചോദിച്ചു നോക്കിയാലോ? എന്നാൽ ചേച്ചി കണ്ടത് പാമ്പ് ചേച്ചി പോലെ ഉണ്ട്. ചേച്ചി അതെ ചേച്ചി, ഞാൻ കണ്ടന്റ് യൂട്യൂബിൻ്റെ ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യായിരുന്നു. ഓ ശരി ഓക്കെ ശരി. ഈശ്വര എല്ലാവരും പോയി. ഇതിലും ഗതികെട്ടവർ വേറെ ആരുണ്ട് ഈശ്വരമാര്? എന്ത് ചെയ്യാം, ഒന്നും ചെയ്യണ്ട. ഒരു പണിയുണ്ട്, ഞാൻ കാണിച്ചു തരാം. നൈസായിട്ട് ഞാൻ ഒന്നുമില്ലാത്ത പോലെയായി. കാരണം പറഞ്ഞിട്ട് കാര്യം ഈ സമയം എല്ലാവരും കൂടുതലും അവിടെ ബസ് സ്റ്റോപ്പ് ഉണ്ട്, ബസ് കയറാണ് നോക്കണം. ചെറുതായിരിക്കും. പിന്നെ സാധാരണ വീട് ചെയ്യണ ഭയങ്കര പെട്ടെന്ന് ടെൻഷനൊക്കെ കയറി വന്നു. പെട്ടെന്ന് എന്തൊക്കെയോ മൈൻഡ് ശരിയല്ല, അല്ലെങ്കിൽ ഒരു ചില്ലായിട്ട് വീട് ചെയ്യാറുള്ള ഞാനാ. അയ്യോ എന്താണെന്നറിയില്ല, മൂഡ് പോയോണ്ടാണ്. സെറ്റാക്കണം നമുക്ക്. ഓക്കെ ചോദിച്ചോക്കാരെടുത്ത്. ഹലോ തിരക്കിലാണോ? ഞാൻ യൂട്യൂബിൻ്റെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തിരുന്നത്. പേടിക്കണ്ട, ഞാൻ കുറേ പേരെടുത്ത് ചോദിച്ചു തരണ വഴി. അപ്പോൾ നിങ്ങൾ പോകണമെങ്കിൽ നിങ്ങളോട് ചോദിക്കാൻ കരുതി ജസ്റ്റ് ഒന്ന്. ഞാൻ 2 വണ്ടിയുടെ ഫോട്ടോ കാണിച്ചു തരാം. അത് ഏതാണെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി. വേഗം അറിയണ വണ്ടി ആയിരിക്കും. നോക്കി ജസ്റ്റ്. അല്ല ഈ വണ്ടി നോക്കിയോ, ബുള്ളറ്റ് തന്നെ കേട്ടിട്ടുണ്ടോ? ഈ വണ്ടി നോക്കി ഏതാണെന്നറിയോ? അറിയില്ല. അപ്പം ഈ വണ്ടിയോ ഏതിൻ്റെ കമ്പനിയുടെ അറിയോ? അറിയില്ല അല്ലേ? ബുള്ളറ്റ് എന്ന് കേട്ടിട്ടില്ലേ? ബുള്ളറ്റ് ഡ്യൂക്ക് KTM കേട്ടിട്ടില്ലേ? ഇത് ഞാൻ ഇപ്പോൾ കാണിച്ചെന്ന വണ്ടി, ഒരു വണ്ടി ഹിമാലയും ഒരു വണ്ടി ഇന്റർസെപ്റ്ററാണ്. അത്രേ ഉള്ളൂ. ശരി കേട്ടോ, ഓക്കെ പേടിക്കണ്ട. ഇനി നമ്മൾ എന്ത് ചെയ്യുമല്ലയ്യ? കണ്ടോ പൊന്നെ, എല്ലാവരും പേടിക്കാണ് ഗൈസ്. നമ്മൾ പിടിച്ചു വല്ല ചെയ്തോട് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോഴത്തെ കാലം അങ്ങനെയാണല്ലോ.
നമ്മൾ ഗ്രാമപ്രദേശം എത്തി ഗൈസ്. ഇവിടെ എൻ്റെ പൊന്നോ മാരകം കേട്ടോ. ആരും കണ്ടിരിക്കുന്നത് അടിയില്ലേ. ഫുഡ് കഴിഞ്ഞിട്ട് എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഞാൻ ചമ്മീനും നടന്നിട്ടൊക്കെ കേട്ടില്ലേ. അപ്പോൾ ഒന്നും അറിയാനില്ല. ആദ്യമായിട്ട് അവസാന വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് ഞാൻ. നല്ല സാധനം ഫോട്ടോ കിട്ടുന്ന വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട അടുത്ത ലൈക്ക് ബട്ടൺ ഇടിച്ചു പിടിച്ചോ. അപ്പോൾ സബ്സ്ക്രൈബ് ബട്ടൺ തല്ലി പിടിച്ചോ. നമ്മുടെ വണ്ടി പിടിപ്പിക്കുന്നുണ്ട് ചേക്കാൻ. വീഡിയോ ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിന് വേണ്ടി ഷെയർ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്ത് ഫ്രണ്ട്സ്. പിന്നെ നമ്മളെ 3K അടിക്കാൻ സഹായിച്ചത് എല്ലാവരോടും സ്നേഹം മാത്രമേ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാത്ത കണ്ടന്റ് കാണുന്നവരേക്കും എല്ലാവരേക്കും